എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കാറ്ററിംഗ് സ്പെഷ്യൽ മസാല ബോണ്ടയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കൂടെ ഞാനിപ്പോൾ ചായക്കട പലഹാരങ്ങൾ ഒരുപാട് തന്നെ നിങ്ങൾക്ക് പൊരിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുള്ളാണ്. നിങ്ങൾ ഇതുവരെ ഇതുപോലൊരു ബോണ്ടയല്ല തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇപ്പോൾ ചായക്കടകളിൽ നിന്നും നമ്മൾ കഴിക്കുന്ന ആ ബോണ്ട അന്വേഷിച്ച് ആരും കടകളിൽ നിന്നും പോകണ്ട. നമുക്ക് വളരെ ഈസി ആയിട്ടും നല്ല ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും വീട്ടിലുണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള മസാല ബോണ്ട തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. എൻ്റെ കൃഷ്ണ, ഇന്നത്തെ നമ്മുടെ വീഡിയോസിന് പണി തരും കേട്ടോ. അതെ, ഇന്നും പുല്ലുവെട്ട് പണി പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട്. ദൈവമേ, അതെ അങ്ങേര് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോസിൽ വോയിസ് ബ്രേക്ക് ആകും. ഇപ്പോൾ ഇതാണ് അവസ്ഥ ഇന്നത്തെ. ഇങ്ങേര് ഭക്ഷണം കഴിക്കാൻ പോകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ വീഡിയോസിന് വേണ്ടിയിട്ട്. ഉണ്ടാ, ഇതാണ് പരിപാടി, പുല്ലെല്ലാം വെട്ടല്. എന്നത്തെ പോലെയും ഇന്ന് ഞാൻ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുക്കളപ്പണിയൊക്കെ തുടങ്ങുന്നതും എൻ്റെ കാറ്ററിംഗ് വർക്കുകൾ തുടങ്ങുന്നതും. ഇതുപോലെ വിളക്കൊക്കെ വെച്ചിട്ട് നമ്മൾ ഓരോ ജോലികളും ചെയ്യുവാണെങ്കിൽ സത്യം പറയാട്ടോ, നമ്മുടെ വീടിന് നല്ല ഐശ്വര്യമായിരിക്കും. അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി നമ്മുടെ അടുക്കളയിലേക്ക് കയറിയാൽ തന്നെ നമ്മുടെ വീടിന് ഒരു ഐശ്വര്യമാണ്. ഇതുപോലെയൊന്നും ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ട് പ്രചോദനം തോന്നുവാണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂട്ടോ. ഇത് നമ്മുടെ ഫാമിലിയിൽ ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ വിളക്കൊന്ന് അണച്ച് എടുത്ത് വെക്കാം. അതിനുശേഷമാണ് മറ്റുള്ള വീട്ടു ജോലികൾ തുടങ്ങുന്നത്. ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്, ഒരു കൊച്ചിനെയും പിടിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഒരു 8 മണി കഴിഞ്ഞിട്ട് വന്നാൽ മതി കേട്ടോ. വല്ലാർപ്പാടം പള്ളിയിലെ ഓർഡർ ഉള്ളത് കൊണ്ടിട്ട് എനിക്ക് താമസം ഉണ്ടാവും. ഓക്കെ, തന്നോളാം കേട്ടോ. വേണ്ട, ഞാനിവിടെ ഒരു പാത്രത്തിലാക്കി വെച്ചോളാം, വന്നാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു. വേണ്ട, എനിക്ക് പരിചയം ഉണ്ടല്ലോ, അതുകൊണ്ട് അഡ്വാൻസ് വേണ്ട കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇതെൻ്റെ നാട്ടുകാരനാണ് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നമ്മൾ അപ്പോൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് അഡ്വാൻസ് ഒക്കെ വാങ്ങാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ആളുകൾ ഓർഡർ ചെയ്തിട്ട് വരാതിരുന്നാൽ നമുക്കല്ലേ നഷ്ടം. അതുപോലെ നമ്മുടെ ഈ ഒരു ഭഗവാനെ കണി കണ്ടിട്ട് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് ഓരോ തൊഴിലും തുടങ്ങുമ്പോൾ എത്ര ഐശ്വര്യമെന്നറിയോ. അതുപോലെ നമ്മളോട് സംസാരിക്കുന്നതും നമ്മളൊക്കെ പറയുന്നതുണ്ടല്ലോ, ഇങ്ങനെ ചിരിച്ച മുഖത്തോടു കൂടി കേൾക്കുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെ ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ്. എങ്കിൽ തന്നെയും എന്ത് കാര്യവും ഞാനിവിടെ വന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും ഇപ്പം നിങ്ങൾ നല്ലൊരു കമൻറ്റ് തന്നാൽ പോലും ഞാൻ വന്നിട്ട് ഇവിടെ പറഞ്ഞിട്ടേ പോവാറുള്ളൂ. അങ്ങനെ കമൻറ്റ് തരുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ഫാമിലിയിൽ ഗീത ചേച്ചിക്ക് ഒരു ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ, ഹസ്ബൻഡ് മരിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായി. കാരണം ചേച്ചി അത്ര ആക്റ്റീവായിരുന്നു. ഇപ്പോഴും ചേച്ചി എന്നോടുള്ള ആ ഒരു സ്നേഹവും നമ്മുടെ വീഡിയോസിനുള്ള ഇഷ്ടമൊക്കെ കൊണ്ടിട്ട് ചേച്ചി ഇപ്പോഴും കമൻറ്റൊക്കെ തരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെ വളരെ ഐശ്വര്യമാണ്. കാരണം ചേച്ചി ഒറ്റപ്പെട്ടു പോയി. ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ എനിക്ക് അറിയിക്കാറുണ്ട്, ചേച്ചി എന്നെ അന്വേഷിക്കാറുണ്ട്. എനിക്കൊരു അമ്മയുടെ സ്നേഹവും ചേച്ചിയുടെ സ്നേഹവും എല്ലാം വാരിക്കോരി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഗീത ചേച്ചിയുടെ ആ ഒരു മനസ്സന്തോഷത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ കണ്ടു. ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചായക്കടയിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന നല്ല കൊഴുത്ത മുടുമുടുത്ത മസാല ബോണ്ടയാണ്. മസാല ബോണ്ട തയ്യാറാക്കാനായിട്ടേ 600 ഗ്രാം അളവിൽ ഉരുളക്കിഴങ്ങ് നല്ലപോലെ കഴുകിയിട്ട് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ച് വെക്കണം. ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് മാവ് റെഡിയാക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് മൈദപ്പൊടിയാണ് ആദ്യം എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് അളവിലാണ് മൈദപ്പൊടി എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ 1/2 കപ്പ് അളവിൽ വറുത്ത് പൊടിച്ച അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പാണ്. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതിന് തന്നെ കട്ടിയായിട്ട് നിൽക്കുന്നുണ്ട്, നമുക്ക് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കടലപ്പൊടി ചേർക്കാൻ താല്പര്യമാണെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു കറക്റ്റ് പാകമാണ് കേട്ടോ. ഇത്രയും തന്നെ ബാക്കി വന്നിട്ടുണ്ട്. മാവ് പൊങ്ങി വരുമ്പോഴേക്കും കുറച്ച് ലൂസായി വരാൻ സാധ്യതയുണ്ട്.
അപ്പോൾ ഒത്തിരി കട്ടിയായിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. മാവ് മൂടി വെച്ച് കൊടുക്കുവാണ്. ഇനി അതൊന്ന് പൊങ്ങി വരട്ടെ. ഇത് പൊങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ് റെഡിയാക്കണമല്ലോ. ഇതിനായിട്ട് 2 സവാള, ഇതുപോലുള്ളൊരു വെളുത്തുള്ളി, ഇതുപോലുള്ളൊരു കഷ്ണം ഇഞ്ചി, വേണ്ടത് ഒരു 4 പച്ചമുളക് കേട്ടോ. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ച് വെക്കണം. അതുപോലെ ഈ സവാള ഒന്ന് പൊട്ടിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് പൊളിച്ചെടുക്കാം. ചൂടോടുകൂടി തന്നെ പൊളിക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പൊളിച്ചെടുക്കാൻ സാധിക്കും കേട്ടോ. അതുപോലെ നമ്മൾ കാണിച്ച 2 സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 വറ്റൽമുളകും കൂടി ചേർത്ത് ചതക്കണമായിരുന്നു. ഇനിയിപ്പോൾ തോലൊക്കെ കളഞ്ഞിട്ടുള്ള ഉരുളക്കിഴങ്ങിനെ നമുക്കൊന്ന് പൊടിച്ചുകൂടെ വെക്കാട്ടോ. ഉണ്ടോ, നല്ല പുട്ട് പൊടിയണ പോലെയാണ് പൊടിഞ്ഞിട്ടുള്ളത്. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറേ പേര് എന്നോട് ചേച്ചിക്ക് എന്ത് പറ്റി ചേച്ചി, സ്വരത്തിന് എന്താ പറ്റിയത് ചേച്ചി, ചേച്ചിയുടെ വോയിസ് വല്ലാതിരിക്കുന്നുണ്ടല്ലോ ചേച്ചിക്ക് എന്താ വയ്യായിക, അതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും സന്തോഷമുണ്ടെങ്കിലും എനിക്കൊന്നും പറ്റില്ല കേട്ടാ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീഡിയോയുടെ ഒപ്പം തന്നെ വോയിസ് കൊടുത്തിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നതെന്ന്. അതുകൊണ്ടാണ്. പിന്നെ കൂടുതൽ ശബ്ദങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ആ വോയിസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരുന്ന സ്വരങ്ങളൊക്കെ ഇല്ലേ റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ടിട്ടാണ് കേട്ടോ വേറെ ഒരു വോയിസ് വരണത്. അല്ലാതെ എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ. കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും അറിയൂലേ. അതെ, ഞാനിവിടെ പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബോണ്ടയുടെ ഫില്ലിങ് തയ്യാറാക്കാനുള്ള കൂട്ട് റെഡിയാക്കണം. ഇതിനായിട്ട് ഒരു ചീനച്ചട്ടിയാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് ഓയിലാണ് കേട്ടോ. അധികം ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് മാത്രം ഒഴിക്കാൻ പാടുള്ളൂ. ഓയിൽ അധികം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫില്ലിങ്ങിനെ ഉരുട്ടിയെടുക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടായി വരും. അപ്പോൾ 1 സ്പൂൺ മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കടുകിന് ഒരു കുഴപ്പവും വരുത്തണ്ട, 1 സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുക. കടുക് ഇപ്പോൾ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് നമുക്ക് 1/2 സ്പൂൺ അളവിൽ ഉഴുന്നുപരിപ്പും ഒന്ന് പൊട്ടിയൊക്കെ തുടങ്ങുന്നുണ്ട്. ഉഴുന്നുപരിപ്പ് നല്ലപോലെ മൂത്ത് വരണോ. 1/4 ടീസ്പൂൺ അളവിൽ പെരുംജീരകം ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉഴുന്നുപരിപ്പിൻ്റെ കളറ് ഒന്ന് ചേഞ്ചായൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ച് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഇളക്കി കൊടുക്കാം. ചട്ടിക്ക് നല്ല കട്ടിയുണ്ട്, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീ ഒന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലുള്ള ചട്ടികൾ ഉപയോഗിക്കുന്ന ആൾക്കാരോടാണ് കേട്ടോ പറഞ്ഞത്. നമുക്കിതിലേക്ക് കാണിച്ച സവാളയാണ്, അത് പൊടിയായി കട്ട് ചെയ്തത് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം കേട്ടോ. ഈ കൂട്ടൊക്കെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഉപ്പ് ചേർക്കാതെയാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർക്കാം. ഉപ്പ് പിടിച്ച് കിട്ടും. അതുപോലെ സവാള പെട്ടെന്ന് വഴണ്ടും കിട്ടും. നമ്മളിതുപോലെ വീഡിയോസ് ഇട്ടപ്പോഴേക്കും അയലക്കറിയുടെ വീഡിയോസ് ഞാൻ ഇതേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്തൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾ എന്തിനാണ് ഇതിന് മാത്രം സംസാരിക്കണതെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. സംസാരിക്കാതെ വെറുതെ നിങ്ങൾ ഇതുപോലെ ഇളക്കി ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? അപ്പോൾ നമ്മൾ എന്തെങ്കിലും അത് പറഞ്ഞൊക്കെ ആ ഒരു പാചകം നിങ്ങളെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് അതൊരു കണ്ടിരിക്കാൻ എല്ലാവർക്കും അല്ല കേട്ടോ, ചില ആൾക്കാർക്ക് മാത്രം അത് ഇഷ്ടം തോന്നും. അപ്പോൾ ബഹുജനം പല വിധമാണ്. എല്ലാവരുടെയും വ്യത്യസ്ത സ്വഭാവവും വ്യത്യസ്ത കാഴ്ചപ്പാടും ആയിരിക്കും. നിത്യം നല്ല അടിപൊളി കമൻ്റൊക്കെ തരുന്ന 2-3 പേരുണ്ട് കേട്ടോ. ഒന്നിപ്പോൾ നമ്മുടെ ഗീത ചേച്ചിനെ ആദ്യമേ പറഞ്ഞു. അത് കഴിഞ്ഞാൽ അനില ചേച്ചി അടിപൊളി കമൻ്റൊക്കെയാണ് കേട്ടോ തരണം. പാവം ചേച്ചി ഒരു ദിവസം വീഡിയോ കാണാൻ വൈകിട്ടുണ്ടെങ്കിൽ ആ ചേച്ചി എന്നോട് വന്ന് വാട്സപ്പിൽ കൂടെ പറയും, അനിത ഞാനിന്ന് തിരക്കായിരുന്നു കേട്ടോ, അതുകൊണ്ട് ചേച്ചി വൈകിയാണ് വീഡിയോസ് കണ്ടിട്ടുള്ളത്. ഇഷ്ടത്തോടുകൂടിയുള്ള കമൻറ്റ് ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ സുജീസ് എപ്പോഴും ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും എല്ലാത്തിനും നല്ല കമൻ്റൊക്കെ തരും. പിന്നെ അനീഷ് നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബർ, സ്ഥിരം വീഡിയോസ് കാണുന്ന കേട്ടോ. ഒരു ദിവസം കാണാൻ പറ്റാതെ വന്നാൽ കൊച്ചു വന്നിട്ട് പറയും ചേച്ചി തിരക്കായിരുന്നു. അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. പേരെല്ലാം ഞാൻ നോക്കി പറയാം. അജിൻസാമുണ്ട്, അടിപൊളി കമൻ്റാണ്. അജി, അനിത, അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. അജി തന്നെ 2 ഉണ്ട്. എനിക്ക് ആ 2 അജിമാരെയും പേര് മാറിപ്പോകും. പ്രജീഷ അങ്ങനെ എന്തോ പേര്. ഫസ്റ്റ് കമൻറ്റ് ഞാനാണ് ചേച്ചി. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും സന്തോഷമാണ് കേട്ടോ. കറക്റ്റായിട്ട് നോക്കിയിട്ട് പറയാം കേട്ടോ.
ഇപ്പോൾ ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിപ്പോയാൽ പിന്നെ നിങ്ങൾ പൊങ്കാലിടൂലേ. അതുകൊണ്ട് ഞാൻ നോക്കിയിട്ടൊക്കെ പറയാം കേട്ടോ പേര്. ഉപ്പ് ചേർത്ത് ഇളക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സവാളയിൽ ധാരാളം വെള്ളമെല്ലാം വന്നിട്ടാ. ഇപ്പോൾ നമ്മുടെ വഴറ്റുന്ന സവാളയിലേക്ക് കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതെ ഉണ്ടോ, വെള്ളമയം നിങ്ങൾക്ക് കാണാമല്ലോ. നമുക്കിതിനകത്തേക്ക് ഇനി മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. 1/4 ടീസ്പൂണിൻ്റെ പകുതിയാണ് കേട്ടോ ചേർക്കുന്നത്. മണമൊക്കെ ഒന്ന് മാറിക്കിട്ടണവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ക്രഷ് ചെയ്ത മുളക് കേട്ടോ. വഴറ്റിയതിന് ശേഷം നമ്മളിന്ന് തയ്യാറാക്കുന്ന മസാല ബോണ്ടയാണ്. അപ്പോൾ കുറച്ച് മസാലപ്പൊടി കൂടെ ചേർക്കണം. 1 സ്പൂൺ അളവിലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. നമ്മളെടുത്തിട്ടുള്ളത് 700 ഗ്രാം അളവിലാണ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 സ്പൂൺ അളവിലാണ് മസാലപ്പൊടി എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ മീറ്റ് മസാലയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്പെഷ്യൽ മീറ്റ് മസാല. ഇനിയിപ്പോൾ ചെയ്യാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിനുള്ള കാര്യങ്ങളെല്ലാം വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്താൽ മതിയാവും. ഹോട്ടൽ രുചിയിൽ ആണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ബോണ്ട. അതിനായിട്ട് കടലപ്പൊടി ഒരു 2 ടീസ്പൂൺ അളവിലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അത്രയൊക്കെ മതി, അധികമൊന്നും ചേർക്കണ്ട, അത്രയും തന്നെ മതി. കടലപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടെ ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങും കൂടി ചേർക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇതിലേക്ക് ചേർക്കുന്ന എണ്ണയുടെ അളവ് വളരെ കുറച്ച് വേണം ചെയ്യാനായിട്ട്. ഇതിൽ ഇങ്ങനെ നമ്മൾ ബോളാക്കി എടുക്കുമല്ലോ, അപ്പോൾ നല്ല കറക്റ്റായിട്ട് ബോളൊന്ന് ഉരുട്ടി കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് വരും കേട്ടോ. ഒരു ഹെലികോപ്റ്റർ പോകുന്നുണ്ട് കേട്ടോ, കണ്ടോ? നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരട്ടെ. ഇതേ നോക്കിയേ, നമ്മുടെ ഇന്നത്തെ വീഡിയോ മുടക്കാമെന്ന ആളാണ് കേട്ടോ. ആ മനുഷ്യൻ പണിയൊക്കെ മാറ്റി വെച്ചിട്ട് ആരോടോ കിന്നാരം പറഞ്ഞിരിക്കുവാണ്. അങ്ങേര് ഇതുപോലെ എത്ര നേരം എന്നായിരിക്കുന്നത്. ഈ ഒരു രീതിയിലും എനിക്ക് ഭഗവാൻ തുണയായിട്ട് വന്നിട്ടോ. മുതലാളി അറിയുന്നുണ്ടോ ഈ ഒരു കാഴ്ച? ഞാൻ മാത്രമേ കണ്ടുള്ളൂ. നമ്മുടെ കൂട്ടൊക്കെ ഇവിടെ റെഡിയായേ. ഇനി ചെയ്യാനായിട്ട് ഇത് ചൂടാറിയിട്ട് നമുക്ക് കൈ കൊണ്ടാണ് കേട്ടോ കുഴച്ചെടുക്കേണ്ടത്. കൈ കൊണ്ട് കുഴച്ച് നമുക്ക് ബോളാക്കി എടുക്കണം. അത് നിങ്ങളെ കാണിക്കണോ? കൈ കൊണ്ട് കുഴച്ചൊക്കെ എടുക്കാൻ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാനിനി ബോളാക്കിയിട്ട് കാണിച്ചു തരുള്ളൂ കേട്ടോ. ഇത് കൈ കൊണ്ട് ഇതേപോലെ കൂട്ടി കുഴച്ചെടുത്താൽ മതി, വേറെ ഒന്നുമില്ലാത്ത പരിപാടി. നമുക്കിനി ഉരുട്ടിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫില്ലിങ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം ആ ചീനിച്ചട്ടിയിൽ ഇരിക്കുവാണെങ്കിൽ ചട്ടിയുടെ ചൂട് കൊണ്ടിട്ട് ഇത് ഉണങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലെ ബോൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത്രയും വലിപ്പത്തിലാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിലാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഫില്ലിങ് നേരത്തെ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് സെറ്റായി കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ചിലവാകുന്ന പൈസയുടെ കണക്ക് നോക്കിയിട്ട് വേണം നിങ്ങൾക്കിതിൻ്റെ വിലയും ഇതിലേക്ക് ചേർക്കുന്ന കാര്യങ്ങളും എടുക്കാനായിട്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതേപടി പകർത്തിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലൊരു 10 രൂപ കാശ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. വൈകിട്ട് ഒരു 3 മണിക്കൊക്കെ പൊരിച്ചെടുത്ത് തുടങ്ങണമെങ്കിൽ തന്നെ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ നിങ്ങൾ മാവ് കലക്കിയൊക്കെ വെക്കണം കേട്ടോ. അതുപോലെ ഉരുളക്കിഴങ്ങ് രാത്രി തന്നെ പുഴുങ്ങി വെക്കണം, പുഴുങ്ങി പൊടിച്ച് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് കല്ലിപ്പായി പോകും. അപ്പോൾ അതുകൂടെ ഒക്കെ ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാവ് നല്ല ഫ്ലഫി ആയിട്ടൊക്കെ വീർത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഉടൻ തന്നെ നമുക്ക് ബോണ്ട പൊരിച്ച് തുടങ്ങാം. പൊരിച്ചെടുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ നന്നായിട്ട് ചൂടായി വരട്ടെ. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഓരോ മസാല ബോണ്ടയും മുക്കിയെടുക്കാം. ഇതുപോലെ ഇങ്ങനെ തൂത്ത് വടിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് മറിച്ചിടാം. എല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. താഴെയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്ന് അപ്പോൾ ഈ ഒരു ഭാഗം കൂടെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ആദ്യത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തതും ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കാം. അത് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തത് നല്ല പാകമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ മസാല ബോണ്ട എല്ലാം ഇവിടെ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ തന്നെ ഇഷ്ടപ്പെടും. ഉരുളക്കിഴങ്ങിലേക്ക് മസാലപ്പൊടിയൊക്കെ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ളത് കൊണ്ട് ഇതിനെ കഴിക്കാനായിട്ട് പ്രത്യേക ടേസ്റ്റ് കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോയും കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീട്ടുവിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളും പരദൂഷണമൊക്കെ ആയിട്ട് നാളെയും ഞാൻ ഓടിയെത്തുന്നതാണ്. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.